കേരളത്തിലെ ക്യാമ്പസുകളിലെ കഴിഞ്ഞ 10-11 വർഷമായി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ക്യാമ്പസ് ഫ്രണ്ട്. ഞങ്ങൾ നടത്തിയിട്ടുള്ള കഴിഞ്ഞ ഒരു ദശകത്തിലേറെ നടത്തിയിട്ടുള്ള സമരപരിപാടികളിൽ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നമുണ്ടായിട്ടുള്ളത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർക്കത് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകുന്നില്ല. പകരം നിഷേധാത്മകമായ സമീപനമാണ് സർക്കാരും പോലീസ് അധികാരികളും ഞങ്ങളോട് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ജനാധിപത്യപരമായ പ്രശ്നമാണ് പ്രിയമുള്ളവരെ. ഇത് ജനാധിപത്യവും ഫാഷിസവും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ സമൂഹത്തിന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ പൗരസമൂഹം സത്യസന്ധമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനെ അടിച്ചമർത്താനുള്ള ഭരണത്തിന്റെ മുഷ്കുപയോഗിച്ചുകൊണ്ട് ഇരട്ടച്ചങ്കൻ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിന് നിന്നുകൊടുക്കേണ്ട ഒരു ഗതികേട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് ജനസ്വമേറയാണ്. ഈ രാജ്യത്തെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന ആളാണ് പിണറായി വിജയൻ. പാർട്ടി സെക്രട്ടറി അല്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ചെന്നപ്പോ അദ്ദേഹത്തിന് ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല പോലും. ജനാധിപത്യത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുമ്പാകെ ഫാഷിസമാണ് നടപ്പിലാക്കാൻ പിണറായി ശ്രമിക്കുന്നതെങ്കിൽ അതിന് നിന്നു തരാൻ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് താല്പര്യമില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് മുട്ടിലെയാൻ മറ്റു വല്ലവരെയും നോക്കണം. ഉമ്മാറ്റുകൊണ്ട് അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാമെന്നാണ് RSSന്റെ കുഴലൂത്തുന്ന പിണറായി വിജയനും പോലീസും ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതിന് നിന്നു തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇന്ന് വരെ ഞങ്ങൾക്ക് എന്തിന്റെ പേരിലാണ് ഞങ്ങളുടെ അനുമതി നിഷേധിച്ചത് എന്ന് ഇന്ന് വരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിയമപരമായി തന്നെയാണ് ഈ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കലാജാഥയ്ക്ക് വിപ്ലവം ചുവന്ന കണ്ണൂരിൽ നിന്നും ഞങ്ങൾ കലാജാഥയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഞങ്ങൾ ഒരു ഭരണകൂടത്തിന്റെ മുമ്പിലും ഒരു പിണറായി വിജയന്റെ മുമ്പിലും ഒരു പോലീസ് മുമ്പിലും മുട്ടുമടക്കാൻ തയ്യാറല്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ കലാജാഥയുമായി ഇവിടെ ഈ കണ്ണൂരിൽ കലാജാഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ജനാധിപത്യപരമായ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്തുടനീളം ഫാഷിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ, മുസ്ലിം വിരുദ്ധ അക്രമങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തെ ദളിതരെ അടിച്ചമർത്തുന്ന നയങ്ങൾക്കെതിരെ തുടക്കമാണ് ഇന്നിവിടെ ആസാദി എക്സ്പ്രസിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ആസാദി എക്സ്പ്രസിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം സ്വാതന്ത്ര്യത്തിന്റേതാണ്. തൊലികറുത്തുപോയതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട അധസ്ഥിത ജനവിഭാഗങ്ങളുടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ നീതി നിഷേധിക്കപ്പെട്ട മുസ്ലിമിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഇന്ത്യ രാജ്യത്തെ ക്യാമ്പസുകളിൽ പ്രിയമുള്ളവരെ, തൊലികറുത്തുപോയതിന്റെ പേരിൽ എനിക്ക് മരണശിക്ഷ വിധിച്ചിരിക്കുന്നു, എനിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന് ഇന്ത്യ രാജ്യത്തെ യോജിത വിവര എന്ന് പറയുന്ന ദളിത് വിദ്യാർത്ഥിക്ക് ഹൈദരാബാദ് സർവകലാശാലയിൽ മരണക്കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ദാരുണമായ ഇന്ത്യൻ ക്യാമ്പസുകളിൽ നിന്നാണ് ഞങ്ങൾ ഫാഷിസത്തിനെതിരായ സ്വാതന്ത്ര്യത്തിന്റെ കലാപം ഉയർത്തുന്നത്. ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ കലാപമാണിത്. ഇത് ഫാഷിസത്തിനെതിരായ പ്രതിഷേധമാണ്. മനുഷ്യരായി കാണാത്ത, തൊലികറുത്തവരെ മനുഷ്യരായി കാണാത്ത മനുവാദികൾക്കെതിരായ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണിത്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം മനുവാദി സേ ആസാദി എന്ന ഇന്ത്യ രാജ്യത്തെ ദളിതരെ അധസ്ഥിത ജനവിഭാഗങ്ങളെ നമുക്ക് നേരെ അക്രമം
അധികാരത്തിന് ഹോക്കിന് മുന്നിൽ അധികാരത്തിന് ഹോക്കിന് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല. Somebody said